ഇന്ന് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അന്നേരം നിങ്ങൾക്ക് ഒരു വെറൈറ്റി വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ നമുക്ക് മനസ്സിലാവും. അന്നേരം എന്താ കൂടിങ്ങി വീണ്ടും ഒരു N18 വന്നേക്കാണ്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ ആശ്രാമ മൈതാനത്തും, അതായത് കൊല്ലം പൂരം നടക്കുന്ന ആശ്രാമ മൈതാനത്തും രണ്ടാംകുറ്റി കുമാർ നഴ്സറിയുടെ മെയിൻ സ്റ്റാളായ രണ്ടാംകുറ്റിയിലും ഏത് സമയത്ത് വന്നാലും കിട്ടുന്നതാണ്. പൊളി താണ്ട് അടുത്ത 2 ചക്കയുള്ള പ്രാവത. അവിടെ 2 ചക്ക അതാണ്ട് നോക്കി, സൈസ് ചക്കയല്ലേ. അതാണ്ട് അടുത്തതാണ് 2 ചക്കയുള്ള പ്ലാവ്. അതിൽ ഇതും കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അതാ അതുണ്ട്. 2 മാങ്ങയുള്ള കോട്ടുകോണം മാവ്, വലിയ കോട്ടുകോണം മാവ്, നല്ല അടിപൊളി കോട്ടുകോണം മാവ്. ആണ്ടെ മാങ്ങ പിടിച്ചിരിക്കുന്നത് ആണ്ട്. ഇതിനകത്ത് 2 ഉള്ളൂ. 4, 5 ഒക്കെ മാങ്ങയുള്ള നല്ല സുന്ദരമായ മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം. ബാ കൂടിങ്ങി വായോ. ഒരു ഫുൾ ലോഡ് സാധനം കേട്ടോ, ഒരു ഫുൾ ലോഡ് സാധനം. ഇതിനകത്ത് തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ. താണ്ട് 2-3 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇറക്കുന്ന വീഡിയോ പ്ലാവ്, അതിൽ മാങ്ങ പിടിച്ച മാവ്, അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കുന്ന വീഡിയോ ഉണ്ട്. അത് ഏകദേശമൊക്കെ കഴിഞ്ഞു. അന്നേരം അവൻ്റെ പുതിയ ലോഡ് സാധനം താണ്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ അല്ലേ. അന്നേരം വാ കാണാം. ുള്ള മാവ് കേട്ടോ. താണ്ടെ അടുത്ത 2 കോട്ടുകുളം മാവാണ്. വലിയ മാവ് താണ്ടെ വർഷങ്ങൾ പഴക്കമുള്ള റൂട്ടിനകത്ത് ഒട്ടിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് നിർത്തിയേക്കുന്ന നല്ല അടിപൊളി കോട്ടുകോണം ചെങ്കവരിക്ക മാവ്. അതേപോലെ തന്നെ താണ്ടെ അടുത്തത് ചക്കയുള്ള പ്ലാവ് കേട്ടോ. ചക്ക നോക്കുവായി നോക്കിയതാ. ഇനി അടുത്ത് വന്നേ താണ്ടെ ചക്ക സൈസ് ചക്കയുള്ള വലിയ പ്ലാവ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് വന്നെടുക്കാനായിട്ടുള്ള നല്ല അടിപൊളി പ്ലാവ് താണ്ട്. ആദ്യത്തെ ലോഡ് ഏകദേശമൊക്കെ തീർന്നു. അങ്ങനെ 2ാമത്തെ ലോഡ് ഇന്ന് 19-ാം തീയതി കൊണ്ടുവന്നേക്കുന്ന ഒരു ലോഡിനകത്ത് നല്ല അടിപൊളി പ്ലാവ്, ചക്കയുള്ളത്, പിന്നെ മാവ്, പിന്നെ അകത്തോട്ട് ഇഷ്ടംപോലെ സാധനം ഇരിപ്പുണ്ട്. അതിന് അതൊക്കെ ഇറക്കുന്ന വീഡിയോ എന്തായാലും ഇതിനകത്തുണ്ട്. കൊച്ചു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. അടുത്ത മാങ്ങ പിടിച്ചത് താണ്ട് അടുത്ത മാങ്ങ പിടിച്ച മാവ്, അതേപോലെ തന്നെ താണ്ടെ ചക്ക പിടിച്ച പ്ലാവ് ഇതിനകത്ത് മേളിലോട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഫുള്ള് നല്ല അടിപൊളി പ്ലാന്റുകളാണ്. താണ്ടെ ഈ കയറങ്ങ താണ്ടെ അടിപൊളി മിറാക്കിൾ ഫ്രൂട്ട്. അടുത്ത മിറാക്കിൾ ഫ്രൂട്ട് താണ്ടെ നോക്കി, അതിൻ്റെ സൈസ് നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൈസ് നോക്കുക, ആ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ സൈസ് നോക്കി. നല്ല അടിപൊളി മിറാക്കിൾ ഫ്രൂട്ട് താണ്ടെ 2 ഇനിയുണ്ട് തീർന്നിട്ടില്ല. താണ്ടെ അടിപൊളി മിറാക്കിൾ ഫ്രൂട്ട്, മുട്ട ഹെവി സൈസ് പ്ലാന്റ്. അതുകൊണ്ട് താണ്ടെ ശീമപ്ലാവ്. അടുത്ത ശീമപ്ലാവ് പോരട്ടെ ശീമപ്ലാവ്, നല്ല അടിപൊളി ശീമപ്ലാവിൻ്റെ പ്ലാന്റ്. താണ്ടെ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്തി കായ്ക്കാൻ സൈസുള്ള വലിയ ശീമച്ചക്ക പിടിക്കുന്ന നല്ല അടിപൊളി പതിയിട്ട് ബഡ് ചെയ്ത് തന്നു. നല്ല അടിപൊളി താണ്ടെ ബഡ് ചെയ്ത് സെറ്റാക്കി നിർത്തിക്കുന്ന പ്ലാന്റ്. നോക്കുതാ താണ്ടെ അടുത്ത പ്ലാന്റ് നോക്കുതാ. അടുത്ത പ്ലാന്റ് നോക്കി. ബഡ് ചെയ്തതായതുകൊണ്ടാണ് ഈ കമ്പി ഇങ്ങനെ തള്ളിയിരിക്കുന്നത്. താണ്ടെ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇല്ല. ആദ്യമേ വരുന്നവർക്ക് അപ്പം മോട്ടോസ് എന്ന് പറയുന്നത് നടക്കാം. അന്നേരം താണ്ടെ അടുത്ത മാങ്ങ പിടിച്ച ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ചക്ക പിടിച്ചിരിക്കുന്ന പ്ലാവ് താണ്ടെ 1, 2 ഇതിനകത്തുണ്ട്. 2 മാങ്ങയുള്ള കോട്ടുകോണം മാവ്, വലിയ കോട്ടുകോണം മാവ്, നല്ല അടിപൊളി കോട്ടുകോണം മാവ്. താണ്ടെ മാങ്ങ പിടിച്ചിരിക്കുന്നത് താണ്ടെ ഇതിനകത്ത് 2 ഉള്ളൂ. 4, 5 ഒക്കെ മാങ്ങയുള്ള നല്ല സുന്ദരമായ മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് തീരെ മുമ്പ് വന്ന് നോക്കി സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി മനസ്സിലാക്കി വാങ്ങാനായിട്ട് നല്ല അടിപൊളി മാവുകളും ചക്ക പിടിച്ച പ്ലാവ് ഇരിപ്പുണ്ട്. ഓക്കെ ബാ. അന്നേരം സുഹൃത്തുക്കളെ താണ്ടെ നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ താണ്ടെ മാങ്ങയുള്ള മാവ്. മാങ്ങയോട് കൂടിയിട്ടുള്ള മാവിരിക്കുന്ന ഇരിപ്പ് നോക്കി. അതേപോലെ തന്നെ മിറാക്കിൾ ഫ്രൂട്ട് കോമരം പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി മിറാക്കിൾ ഫ്രൂട്ട്. താണ്ടെ ഒരു ചില്ല പോലും ഇല്ലാതെ നിറച്ച് താണ്ടെ പൂവായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു സെറ്റ് പ്ലാന്റ്. നോക്കുതാ അതിൻ്റെ സൈസ് നോക്കുതാ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇത്രയും വലിയ മിറാക്കിൾ ഫ്രൂട്ട് താണ്ടെ മുട്ടാൻ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ മാങ്ങ പിടിച്ച മാവ്, അതേപോലെ തന്നെ താണ്ടെ ശീമപ്ലാവ്, അതേപോലെ തന്നെ താണ്ടെ മിറാക്കിൾ ഫ്രൂട്ട്, അടുത്ത മിറാക്കിൾ ഫ്രൂട്ട്. അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിച്ചു. ഒരുപാട് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ നിർത്തി കായ്പ്പിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചക്കയുള്ള വലിയ പ്ലാവ് താണ്ടെ ചക്ക പിടിച്ച വലിയ സൈസിലുള്ള ചക്ക പിടിച്ച പ്ലാവ് താണ്ടെ ഇറക്കുന്നതാണ്. സൈസ് നോക്കുക, അടിപൊളി സൈസ് ചക്കയുള്ള പ്ലാവ്. ചരിച്ചിരിക്കുക ഇല്ലെങ്കിലേ അടുത്തതെന്ന് പറഞ്ഞാൽ 2 ചക്കയുള്ള പ്ലാവ് താണ്ടെ സെറ്റ് താണ്ടെ ലോഡിൽ നിന്ന് ഇറക്കുന്നതാണ്. ഒരെണ്ണം വലുതാണ്, അത് ഒടിയാതെ പതുക്കെ അടി താങ്ങിയിട്ടുണ്ട്. പോരട്ടെ താണ്ടെ അടുത്ത 2 ചക്കയുള്ള പ്ലാവ്.
ഇത് വഴി പോയിട്ടുണ്ട്, ഇത് വഴി താണ്ടേ 3 ചക്ക പിടിച്ച പ്ലാവ് നോക്കി തള്ളിക്കൊണ്ട് അനിയണ പൊട്ടെ. അടുത്തെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി താണ്ട് അടുത്ത 2 ചക്കയുള്ള പ്ലാവ് താണ്ടെ 2 ചക്ക താണ്ടെ നോക്കി സൈസ് ചക്കയല്ലേ താണ്ടെ അടുത്തതാണ് 2 ചക്കയുള്ള പ്ലാവ്. അതിൽ ഇതും കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. സൈസ് ചക്കയുള്ള പ്ലാവ്. തൈ വേണ്ടവർക്ക് തൈയുണ്ട്, ചെറിയ തൈ വേണ്ടവർക്ക് ചെറിയ തൈയുണ്ട്, വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ്, വലിയ അല്ലേ ആവശ്യമനുസരിച്ച്. താണ്ടെ ചക്ക കണ്ട, ചക്ക കണ്ട, മാങ്ങ പിടിച്ച് കിടക്കുന്ന നോക്കി താണ്ടെ സൈസ് പ്ലാന്റ്. താണ്ടെ അടുത്ത 2 ചക്കകളാണ്. ഒന്ന് താങ്ങിക്കോണ. ഇല്ലില്ല, വിടത്തില്ല. ആണ്ടെ അടുത്തത് ചക്കയുള്ളത്. ഇനി അടുത്തത് കാണാം. കൂടിങ്ങി പോയോ. അടുത്ത ചക്കയുള്ള പിടിച്ചോ. ആടാണ്ട് 2 ചക്കയുള്ളതാ നോക്കി. അടുത്ത 2 ചക്കയുള്ളത് വീണ്ടും വന്നേക്കുന്നതാണ്. 2 ചക്കയുള്ള പ്ലാവ് നോക്കി. 1 2 അടുത്തത് താണ്ടെ ചക്കയുള്ളതേ. അതിൽ ഇനി അടുത്തത് നമുക്ക് എന്താ ഉള്ളത് നോക്കാം. അടുത്തത് താണ്ടെ കോട്ടുകോണം മാവ്. താണ്ടെ 1 2 3 മാങ്ങയുള്ള കോട്ടുകോണം മാവ്. ട്രെയിൻഡ് സാധനം. ഇവിടെ വെച്ച് മണ്ട കട്ട് ചെയ്ത് സൈഡിൽ നിന്ന് പൊട്ടിക്കളിച്ച് 3-4 ശിഖരമായിട്ട് വന്ന് താണ്ടെ 1 മാങ്ങ, താണ്ടെ 2 മാങ്ങ, താണ്ടെ 3 മാങ്ങ കണ്ടല്ലേ. അതിന് താണ്ടെ 3 മാങ്ങയുള്ള വലിയ കോട്ടുകോണം. ഓക്കെ, ഈ സൈഡിലോട്ടൊക്കെ വെച്ചാൽ മാങ്ങയുള്ളത് പിടിച്ചു. അങ്ങോട്ട് അടുത്ത മാങ്ങയുള്ളത് താണ്ടെ. ഓക്കെ, ഇനി അവിടെ കോട്ടുകോണം മാങ്ങയാണേ. അരപ്പഴുവം അയ്യോന്നുണ്ട് താണ്ടെ. ഇതേപോലെ നിങ്ങൾക്കും പറഞ്ഞു കഴിക്കാം. അടിപൊളി വാങ്ങാം താണ്ടെ. മാങ്ങ അത് കൊച്ചു കവറിലാട്ടാ. വലിയ ഡ്രമ്മിനകത്തോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വാങ്ങാം കേട്ടോ, ഇഷ്ടം പോലെ വാങ്ങാം. നോക്കണം കേട്ടാ. കൊണ്ട് വെച്ചിട്ട് മാങ്ങ പിടി എന്ന് പറയരുത്. മാങ്ങ പറയും ചെളിക്കുത്ത് അത് പറയരുത്. പക്ഷേ നല്ല അടിപൊളി മാങ്ങ നമുക്ക് ഡ്രമ്മിൽ വെച്ച് കളയാം. താണ്ടെ അടുത്തത് നോക്ക്, നിങ്ങൾ എണ്ണിക്കോ. താണ്ടെ മാങ്ങ കോട്ടുകോണം 1 താണ്ടെ 2 4 1 5. ഒറ്റ ചെടിയാണ്, 2 3 ചെടിയൊന്നും അല്ലേ. അടുത്ത 5 മാങ്ങയുള്ള മാങ്ങ കഴിഞ്ഞാൽ താണ്ടെ 3 മാങ്ങയുള്ളത്. താണ്ടെ ഇനി അടുത്തോട്ട് ഇനി അതോ താണ്ടെ അടുത്ത 3 4 4 ഒരെണ്ണം അവിടെയും കിടക്കുന്നത്. താണ്ടെ 3 എണ്ണം. താണ്ടെ മൊത്തം 4 മാങ്ങയുള്ള അടുത്ത മാവ്. പിടിച്ചോ. അടുത്തതാ നിറച്ച് പൂത്ത മിറാക്കിൾ ഫ്രൂട്ട്. അതാണ്ട കാട് പോലുള്ള മിറാക്കിൾ ഫ്രൂട്ട്. എടുത്തോ. നല്ല നിറച്ച് പൂത്തത്. അടുത്തതാ ഹെവി സൈസ് മിറാക്കിൾ ഫ്രൂട്ട്. അടുത്ത നിറച്ച് പൂത്തത്. വാമനെ പിടി മോനെ. വീണ്ടും കാട് പോലുള്ള മിറാക്കിൾ. അതാണോ. അടുത്തതാണ് കോട്ടൂർക്കോണം. അതാണ് ഒരു മാങ്ങയുണ്ട്, നല്ല ഹെവി പ്ലാന്റാണ് കോട്ടൂർക്കോണത്തിൻ്റെ. 5 മാങ്ങയാണ്, 5 മാങ്ങയുള്ള കോട്ടൂർക്കോണം. 6 മാങ്ങ ഉണ്ട്. അടുത്ത കോട്ടൂർക്കോണം 3 എണ്ണം, 3 മാങ്ങ സൈസ് മാങ്ങ. കോണം വന്നിരിക്കുകയാണ്. വീണ്ടും കോട്ടൂർക്കോണം വന്നിരിക്കുകയാണ്. അടുത്ത വീണ്ടും കോട്ടൂർക്കോണമാണ്. അത് കൂടുതൽ എണ്ണമുള്ള കോട്ടൂർക്കോണമാണ്. അതാണ്ടോ കോട്ടൂർക്കോണമാണ്. വീണ്ടും കോട്ടൂർക്കോണം വന്നേക്കാണ്. നല്ല ചുവന്ന ചുള വരുന്ന ഡങ്സൂര്യ കുള്ളൻ. വീണ്ടും ഒരു ഹെവി സൈസ് ഡങ്സൂര്യ. നല്ല സൈസ് പ്ലാന്റ്. നല്ല ചുവന്ന ചുളയുള്ള ഡങ്സൂര്യ വീണ്ടും വന്നിരിക്കുകയാണ്. ഹെവി സൈസ് വിയറ്റ്നാം. നല്ല പ്ലാന്റ്, നല്ല കരുത്തുള്ള അടി. 6 അടി സൈസിന് മേലുള്ള വിയറ്റ്നാമിൻ്റെ അടിപൊളി പ്ലാന്റുകൾ. നോക്കേ എന്താ ഭംഗിയെന്ന് നോക്കേ, എന്താ സൈസ്. നല്ല പ്ലാന്റുകൾ. നല്ല 6 അടിക്ക് മേലെ 6 7 8 അടി വേറോളം ഉയരമുള്ള നല്ല കുളമ്പി. നല്ല ലെങ്തി പ്ലാന്റ്. നോക്കേ 2 വർഷത്തോളം പ്രായമായ സൈസുകൾ. നാടൻ വെറൈറ്റി കുളമ്പി. അറിയാമല്ലോ കുളമ്പിയുടെ പ്രത്യേകത. എത്ര കാ പിടിച്ചാലും ഒരു കാ പോലും ഡാമേജ് ആകത്തില്ല. പുഴുക്കേട ഒന്നും വരില്ല. നല്ല നീളം കൂടിയ നല്ല ലെങ്തി ആയിട്ടുള്ള
ഫ്രൂട്ടാണ് ഇതിനകത്തുണ്ടാകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം കൊളംബി. അടുത്ത വെറൈറ്റി ഇതാ നമ്മുടെ ചന്ദ്രക്കാരൻ, ചക്കരക്കുട്ടി ചന്ദ്രക്കാരൻ. ഒരു കൊലയിൽ ഒരു 10-30 ഒന്നിച്ച് പിടിക്കുന്ന ഊറിക്കുടിക്കുന്ന മാങ്ങ ചന്ദ്രക്കാരൻ. J33 ചക്കയുടെ വലിപ്പത്തിലെ രാജകുമാരൻ J33. നല്ല ലെങ്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് J33. കൊളംബി, കാ പിടിച്ച കൊളംബി, കായോടുകൂടിയ കൊളംബിയാണ്. അത് നല്ല സൈസ് പ്ലാന്റാണ്. അടുത്ത കൊളംബി ഇതാണ് ചൈനീസ് ഓറഞ്ച്, ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മിനി ഓറഞ്ച്. ആ ഒരു കൊലയിൽ തന്നെ എത്ര കാകളാണെന്ന് നോക്കാം. ഇതൊക്കെ അങ്ങോട്ട് പഴുത്ത് നിൽക്കുന്ന കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സാധനമാണ് ബുഷ് ഓറഞ്ച്. റംബുട്ടാൻ N18 വരിക്ക, നല്ല 10 അടി സൈസ് ഹെവി പ്ലാന്റ്. N18 വരിക്കയാണ് റംബുട്ടാൻ്റെ. N18ൻ്റെ അടുത്ത സൈസ് വീണ്ടും ഒരു N18 വന്നേക്കാണ്. കുള്ളൻ കുടംപുളി, ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന കുള്ളൻ കുടംപുളിയാണത്. J33, അതായത് തേൻമരിക്കേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ലെങ്തി ഫ്രൂട്ട്. അതാണ് കാ പിടിച്ച N18. അതാണ് നിറച്ച് കായുമായിട്ടുള്ള N18. എത്ര കായാണെന്ന് നോക്കൊരു കൊലയിൽ കിടക്കുന്നതാ N18. അടുത്തത് ഇതിൻ്റെ കായുടെ സൈസ് നോക്കി. അതാണ് N18ൻ്റെ കായാണ്. റംബുട്ടാൻ N18 നിറച്ച് കായാണ്. അതാണ് അടുത്തതുണ്ട് കായുമായിട്ടുള്ള അടുത്ത പ്ലാന്റ് താണ്ട കായുമായിട്ടുള്ളത്. വരുന്നു സൈസ് താണ്ട. അതും കൊലയായിട്ട് തന്നെ കിടക്കുകയാണ്. അത് അടുത്തതും കായുള്ളതാണ്. താണ്ട സൈസായി വരുന്നതേ ഉള്ളൂ. കായോട് കൂടിയ റംബുട്ടാൻ അടുത്തത്. താണ്ട വീണ്ടും അടുത്തതും കായോട് കൂടിയത് തന്നെ N18. ഓറഞ്ച് താണ്ട മൂട്ടം പ്ലാന്റ്, സൈസ് പ്ലാന്റ്. നോക്കേ 1000 കാ കിടപ്പുണ്ട്. 1000 കാ. നല്ല ചുവ കിടക്കുന്നുണ്ടാ ബുഷ് ഓറഞ്ച്. ഇത് കണ്ട അടുത്ത നിറച്ച് പഴുത്തതാ, നല്ല പഴുത്ത് കൊല കുത്തി കിടക്കുന്നത്. അതും ഒക്കെ ചൈനീസ് ഓറഞ്ച്, നല്ല കൊല കുത്തി കിടക്കുക. അടുത്തത് നല്ല തായ്ലൻഡിൻ്റെ ജാമ്പയാണ്. നല്ല മെറൂൺ കളറിൽ വരുന്ന ജാമ്പയാണ്. അത് കൂടാതെ നമുക്ക് വൈറ്റും ഇരിപ്പുണ്ട് അതിനകത്ത്. ഇത് മെറൂണാണ്, തായ്ലൻഡിൻ്റെ മെറൂൺ. ഹെവി സൈസ് പ്ലാന്റ്, നല്ല സൈസ് പ്ലാന്റ്. അതും തായ്ലൻഡ് ജാമ്പയാണ്, മെറൂൺ. അടുത്തതാണ് തായ്ലൻഡിൻ്റെ വൈറ്റ് ജാമ്പയാണ്. നല്ല സൈസ് സീഡ്ലെസ്. നല്ല സൈസ് കാലപ്പാടി, നമ്മളെ കാലപ്പാടി മാവ് വന്നിട്ടുണ്ട്. നല്ല സൈസ് സാധനം കാലപ്പാടിയുടെ. കാ പിടിച്ച കുള്ളൻ കുടംപുളിയാണ്. അതാണ് കായോട് കൂടിയ വലിയ പ്ലാന്റ്. അങ്ങോട്ട് വെച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. അതാണ് ഇവിടെ താഴെ കിടപ്പിടുക ജയ്ഷ്. അത് കണ്ടോ, ചെടിച്ചട്ടിക്കകത്ത് വേണേൽ അങ്ങനെ വയ്ക്കാം, റമ്മി വേണേൽ അങ്ങനെ വയ്ക്കാം. സ്വീറ്റ് ഞാവൽ ഹെവി സൈസ് വലിയ പ്ലാന്റ്, നല്ല ചെടി. സ്വീറ്റ് ഞാവലാണ്, അതും വലിയ സൈസാണ്. നമ്മളെ 2ാം കുറ്റി, അതായത് ശാരദ ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് നമ്മുടെ മെയിൻ സെൻറ്ററിലും ലഭ്യമാണ്. ഏത് സമയത്തും കിട്ടും.